അതൻ കളഗാനം പകരാന ഈ പഠിക്കണ്ടേ എൻ്റെ രേണുവിലാണ് നോട്ടം. നമ്മളിവരുടെ സ്വർഗത്തില് നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കാണാനായിട്ട്. കാരണം മോഹൻലാൽ വന്ന ആ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നല്ലോ രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം അക്ബർ എന്നുള്ളത്. പക്ഷേ ഇത് നല്ല എന്താ പറയുക, നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ പണ്ട് ആ ഒരു ഗന്ധർവനാണ് ഓർമ്മ വരുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അക്ബറിനെ രേണുവിനായിരിക്കും ഓർമ്മ വരല്. നല്ല ഫീലോട് കൂടി പാടുന്നുണ്ട്. ഫസ്റ്റ് ആ രേണിന്ന് വിളിച്ചപ്പോൾ ഇതങ്ങനെയല്ലല്ലോ, പിന്നെ മനസ്സിലായി ദേവി എന്നുള്ളതിൻ്റെ ആ ടോണ് വരാൻ വേണ്ടിയിട്ടാണ് രേണിന്ന് വിളിച്ചതെന്ന്. നമ്മളൊക്കെ വിചാരിച്ചത് നല്ലത് പറയിപ്പിക്കാനായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നു, പക്ഷെ പാടി വീഴ്ത്തുന്നുള്ളത് ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാണാൻ. ഇവർ രണ്ടാളും തമ്മിലുള്ള കോംബോ. അതിൻ്റെ അടുക്ക് ആദിലയും നൂറ ഇവരെങ്ങനെ കളിയാക്കി ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അവർ ഈ ഒരു പാട്ടോട് കൂടി തന്നെ ഇവർ രണ്ടാളും കോംപ്രമൈസ് ആവാൻ മതിയാവും. കാരണം അക്ബർ പാടുമ്പോഴും നല്ലൊരു നമുക്ക് ഫേസ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. കാരണം ഉള്ളിൽ ദേഷ്യം വെച്ച് ആ ഒരു പുറത്തേക്ക് അങ്ങനെ ഒരു ഫേസ് ഇട്ടതല്ല. എന്താ പറയുക, വിളിച്ചു പോയതിൽ ആൾക്കും നല്ലൊരു കുറ്റബോധമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എല്ലാവരും ഈ ഒരു ഞാൻ ഗന്ധർവൻ എന്നുള്ള ആ ഒരു മൂവിയിലെ പാട്ട് പറഞ്ഞിട്ട് അൻവറിനായിരിക്കും ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വരില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പിന്നെ മനുഷ്യരെ കാര്യമല്ലേ. എത്ര വലിയ തെറ്റാണെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല എന്താ പറയുക പിന്നെ നല്ല മനസ്സോടുകൂടി അതിനൊരു സോറി എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ അത് അവിടെ അലിഞ്ഞു തീരാനേ ഉള്ളൂ. അതിനാണ് നമ്മളിങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് നമ്മൾ ലൈഫ് ടൈമിൽ ചില ആൾക്കാരോടൊക്കെ നമ്മൾ ഭയങ്കര ഇതും സൂക്ഷിച്ചെങ്ങാണ്ട് തെറ്റി നിൽക്കുന്നത്. ഈ പാട്ടിലൊന്നും വീണിട്ടില്ലെങ്കിൽ അൻവർ പുതിയ എന്തെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനും ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു തനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു സംഭവം തന്നെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഒരു പാട്ടന്നെ പാടി കൊടുക്കും എന്നുള്ളത് നമ്മളാരും വിചാരിച്ചിട്ട് കൂടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഇതിൽ ആയിട്ടില്ലെങ്കിലും എന്തിലെങ്കിലും ആക്കിയിട്ട് എന്തായാലും രേണുവിനെ കൊണ്ട് ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും അക്ബർ നല്ല വാക്ക് പറയിപ്പിക്കും.